നമസ്തേ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശ്രീ സതീഷ് മായങ്കാവ് പാരായണം ചെയ്ത വിഷ്ണുവായ പുണ്യപുരാണം ഏവർക്കും മനസ്സിലായി വളരെ നല്ല രീതിയിൽ തന്നെ പാരായണം ചെയ്യുകയും അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതോടൊപ്പം ഞാൻ വിശ്വനാഥൻ ഗുരുകുലം ആയങ്കാവ് ദേവസ്ഥാന കളരി, ഇതിനൊരു വിവർത്തനം ഞാൻ തന്നെയാണ് ഇതിൻ്റെ രചയിതാവും. ഇതിനെ വിവർത്തിക്കാൻ വേണ്ടി എന്നോട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിവർത്തനം ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ വിഷ്ണുമായ പുണ്യപുരാണം രചിക്കാൻ തന്നെ ഒരുപാട് കാലങ്ങൾ എടുത്തുകൊണ്ടാണ് പുരാണ രചന നടന്നത് തന്നെ. വർഷങ്ങളേറെ എടുത്ത് പുരാണം രചിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ല ഈ ഉള്ളവന് അത് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് തന്നെ. കാരണം അതൊരു ഭഗവാന്റെ ഒരു നിർദ്ദേശപ്രകാരമാണോ, അതിന് ഭഗവാന്റെ ഇച്ഛയോടെയാണോ എന്ന് പോലും അത്ഭുതകരമായിട്ടാണ് നമ്മൾ വീക്ഷിക്കുന്നത്. കാരണം അതിന് എനിക്ക് കഴിയാത്തൊരു വ്യക്തിയാണ്. കാരണം അത്രയും നോളേജ്, അത്രയും അറിവ് എനിക്ക് ഇല്ല എന്ന് വേണം പറയാനായിട്ട്. എങ്കിലും എനിക്ക് തന്ന ഈ ഒരു സൗഭാഗ്യം വളരെയധികം ആനന്ദത്തോടെയാണ് ഞാൻ സ്വീകരിച്ചതും അതിനുവേണ്ടി പരിശ്രമിച്ചതും. ഇങ്ങനെ ഒരു മഹത് ഗ്രന്ഥത്തെ തയ്യാറാക്കാൻ കഴിഞ്ഞതും ഒക്കെ ഒരു അത്ഭുതമായിട്ട് ഞാൻ ഇന്നും സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മഹത് ഗ്രന്ഥത്തെ, ആ മഹാത്മാവിനെ, ആ പരമാത്മ സ്വരൂപത്തെക്കുറിച്ച് വിവരിക്കുക എന്ന് പറയുന്നത് 24 മണിക്കൂറും സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ പുരാണം പ്രിന്റ് ചെയ്യാനായിട്ട് സഹായിച്ച കണ്ണൻ സ്വാമി ഉണ്ട്. അദ്ദേഹം സാധാരണ പറയാറുണ്ട്, മായനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ശരിക്കും അദ്ദേഹത്തിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ ഈ ഭൂമിയാകുന്ന പ്രതലത്തിൽ എഴുതി കൽപ്പവൃക്ഷമാകുന്ന പേന കൊണ്ട് എഴുതിയാലും തീരില്ല എന്ന് പറയാം. ഈ ഭൂമിയിൽ ആ ഒരു ഗ്രന്ഥമാക്കിയിട്ട്, ഭൂമിയെ ഗ്രന്ഥമാക്കി കൽപ്പവൃക്ഷമാകുന്ന പേന കൊണ്ട് എഴുതിയാലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവസാനിക്കില്ല എന്ന് വേണം പറയാനായിട്ട്. അത്രയും അധികം വിവരിക്കാനും അത്രയും അധികം പുകഴ്ത്തപ്പെടാനും അത്രയും അധികമായിട്ടുള്ള ആ ശ്രേഷ്ഠവത്തായ ആ മൂർത്തിയെക്കുറിച്ച് പറയുമ്പോൾ വാത്തോരാതെ പറയണം എന്നാണ് ശരിക്കും പറയേണ്ടത് ഒക്കെ. എങ്കിൽ പോലും ആ പരമാത്മ സ്വരൂപത്തെക്കുറിച്ച് പലരും പല തെറ്റിദ്ധാരണയോടുകൂടി തന്നെയാണ് കണ്ടുവരുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം അതിനെക്കുറിച്ച് പല രീതിയിലുള്ള പ്രചരണങ്ങളാണ് വരുന്നത്. തൃശ്ശൂർ ഒരു വിധത്തിലുള്ള കഥ, തിരുവനന്തപുരത്ത് മറ്റൊരു രീതിയിലുള്ള കഥ, ഇനി കണ്ണൂരാവട്ടെ അത് മറ്റൊരു രീതിയിലായി മാറിയിരിക്കുന്നു. കഥകൾ പലവിധമാണെങ്കിലും ഇതിനു അടിസ്ഥാനപരമായി മായ എന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മായ മാറ്റത്തിൻ്റെ അടിസ്ഥാന ദേവതയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും വരുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും അത് അനിവാര്യമാണ്. അത് നടന്നുകൊണ്ടേയിരിക്കും, നടന്നിരിക്കും. ആര് തടഞ്ഞാലും അത് നടന്ന് ഇരിക്കും. അത് അത്രയും ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതിനൊരു മാറ്റമില്ലാത്ത കാര്യമാണ് മായ. ആ മാറ്റങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാറുന്ന ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ നന്മയുള്ളതായി മാറട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എന്നും ഈ ഉള്ളവനുള്ളത്. നമുക്കെല്ലാവർക്കും, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ആ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം സർവദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു തുടക്കം കുറിക്കുകയാണ്. ശ്രീ വിഷ്ണുവായ പുണ്യപുരാണത്തിൻ്റെ ആദ്യ ഭാഗമാകുന്ന നാരദ മഹർഷി വിവർത്തനം ചെയ്യുന്ന, അതും മഹാവിഷ്ണുവിനോടാണ് വിവർത്തനം ചെയ്യുന്നത് തന്നെ. അപ്പോൾ വളരെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം, ലോകസഞ്ചാരിയായിട്ടുള്ള അദ്ദേഹം പല സ്ഥലങ്ങളിലും കറങ്ങി തിരിഞ്ഞ് അവസാനം പല പ്രാവശ്യം മഹാവിഷ്ണു ആവശ്യപ്പെട്ടു അദ്ദേഹത്തിനോടൊന്ന് വരാനൊക്കെ. പക്ഷെ അദ്ദേഹത്തിന് സമയമൊന്നുമില്ല. അദ്ദേഹം ലോക കല്യാണകാരകനായതുകൊണ്ട് തന്നെ പല ലോകങ്ങളിലും കറങ്ങിത്തിരിഞ്ഞ് അവസാനം ഭഗവാന്റെ തിരുമുമ്പിൽ വന്നെത്തുകയാണ്. ലക്ഷ്മി സമേതനായിട്ടിരിക്കുന്ന ഭഗവാനോട് വന്ന് നാരദ മഹർഷി ചോദിക്കുന്ന ഭാഗമാണ് സതീഷ് മായങ്കാവ് പാരായണം ചെയ്തിരിക്കുന്നത് തന്നെ.
വളരെ മനോഹരമായിട്ടുള്ള ആ ഭാഗം എത്ര വിവരിച്ചാലും തീരില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം നാരദരോട് ഭഗവാൻ മഹാവിഷ്ണു തന്നെ പറയുകയാണ്, അങ്ങ് ഇത് ഒന്ന് പറഞ്ഞു തരണം, ഭഗവാനെ കുറിച്ച് മഹാവിഷ്ണുമായെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ നാരദർ പറയുകയാണ്, അങ്ങേക്ക് അറിയാത്തതായിട്ട് എന്താണ് ഉള്ളത് ഭഗവാനെ, പിന്നെ എന്തിനാണ് ഈ ഉള്ളവനോട് ഈ ഒരു നിർദ്ദേശം വെക്കുന്നത് തന്നെ. അപ്പോ ആ നിർദ്ദേശം എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ, പുരാണം തീർച്ചയായിട്ടും ആ ഭഗവാനെ കുറിച്ച് എനിക്ക് അറിയാമെങ്കിലും നാരദരായിട്ടുള്ള ആ ലോക കല്യാണകാരകനായിട്ടുള്ള അങ്ങ് തന്നെ അത് വിവരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ, കേൾക്കാനുള്ള ഒരു താല്പര്യം, അത് വളരെ അധികമായത് കൊണ്ട് തന്നെയാണ് അങ്ങയോട് തന്നെ വിവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞത്. ഒന്നും കുറയാതെ തന്നെ അങ്ങ് അതിനെ വിശദീകരിച്ച് പറയുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങ് ഇത് വിവർത്തനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഭഗവാൻ മഹാവിഷ്ണു പറയുകയാണ്. അങ്ങനെ നാരദർ പറയാണ്, ഈ പുണ്യപുരാണം, മാനവനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ പുണ്യപുരാണം ഭഗവാന്റെ എല്ലാവിധ തെറ്റിദ്ധാരങ്ങളെയും മാറ്റിക്കൊണ്ട് തന്നെ ഇതിന് മറ്റൊരു കാര്യം കൂടി പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. 18 പുരാണങ്ങളാകുന്ന ബ്രഹ്മ മഹാപുരാണവും പത്മമഹാപുരാണവും വിഷ്ണു മഹാപുരാണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള 18 പുരാണങ്ങളിലെ ഒന്നും പ്രതിപാദിക്കാത്ത വിഷ്ണുമായെക്കുറിച്ച് ഇങ്ങനെയൊരു കഥ രചിക്കുവാനുള്ള കാരണം എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ട്. അത് മായയാണ്. മായയെക്കുറിച്ചാണ് വ്യക്തമായ ധാരണ കൊടുക്കുന്നത്. മായയ്ക്ക് ഒരു സ്വരൂപം വന്ന്, മായയുടേതായ ഒരു സ്വരൂപം, കാണപ്പെടാത്ത ഒന്നിനെ കാണുന്നതിനുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ദൗത്യം എന്തെന്ന് വിവരിക്കാനായിട്ട് തുടങ്ങുകയാണ്. മറ്റു പുരാണങ്ങളിൽ ഒന്നില്ലാത്ത ഒന്ന് ഭഗവാന്റെ മുന്നിൽ വിവരിക്കുകയാണ് നാരദ മഹർഷി ചെയ്യുന്നത് തന്നെ. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ പാരായണത്തിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് ഇനി കഴിയട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് സർവദാ പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ള ഭാഗങ്ങളിലൂടെ ഭഗവാനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഏവർക്കും കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.